ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് നീങ്ങുകയാണ്. സോ മൊഡ്യൂൾ നമ്പർ 3 സ്ലാബ്സ്. ഇതിൽ 3 പോർഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്ലാബ് എന്താണ്, ദെൻ വൺ വേ സ്ലാബ് ഡിസൈൻ, ടു വേ സ്ലാബ് ഡിസൈൻ. ഹിയർ നിങ്ങൾ ഈ ഫിഗർ കാണുന്നില്ലേ? ഈ ഒരു പോർഷൻ ഫൗണ്ടേഷൻ, കോളം, ഈ ഒരു പോർഷനാണ് ബീം. ദെൻ ഈ ബീമും കോളും കൂടി വരുന്ന ഈ ഒരു ബീമും ഈ ഒരു ബീം, ഇതൊരു ബീം അല്ലേ? ഈ ബീമുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് രണ്ട് ഫ്ലോറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിലൊരു ഈ ഒരു പോർഷൻ കണ്ടോ? ഇതിനെയാണ് നമ്മൾ സ്ലാബ് എന്ന് പറയാം, ഫ്ലോർ സ്ലാബ്. സോ സ്ലാബ് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത്, ദേ ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആസ് ഫ്ലോർസ് ആൻഡ് റൂഫ് ഇൻ എ ബിൽഡിംഗ്. Slabs are the most widely used in the structural element whose thickness is considerably smaller than their other dimension. നമ്മളൊരു ബ്രെഡ്ത്തും വിഡ്ത്തും, ഈ ബ്രെഡ്ത്തും വിഡ്ത്തും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, ഡിഫറൻസ് ഉണ്ടെങ്കിൽ, തിക്നെസ്സും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്ലാബ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. സ്ലാബ് സപ്പോർട്ടഡ് ആൻഡ് ട്രാൻസ്മിറ്റ് ലോഡ്സ് ടു ദ വാൾ ഓർ ബീം സപ്പോർട്ടിംഗ് ദം ആൻഡ് സം ടൈം ട്രാൻസ്മിറ്റ് ദ ലോഡ് ഡയറക്ട്ലി ടു ദ കോളംസ് ബൈ ഫ്ലെക്ഷ്വർ, ഷിയർ ആൻഡ് ടോർഷൻ. ഒരു ലോഡ് വരുന്ന സമയത്ത് ഫ്ലോറിലൂടെ ബീമിലേക്കും കോളത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ സ്ലാബ് സഹായിക്കുന്നുണ്ട്. സോ സ്ലാബ്സ് ആർ ടു ടൈപ്സ്, വൺ വേ സ്ലാബ്സ് ആൻഡ് ടു വേ സ്ലാബ്സ്. വൺ വേ സ്ലാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ഉണ്ട്, കാൻലിവർ ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ആസ് സെയിം ടു ആസ് ടു വേ സ്ലാബ്, സിംപ്ലി സപ്പോർട്ടഡ്, കാൻലിവർ, കണ്ടിന്യൂസ്. സോ ഫസ്റ്റ് വൺ വേ സ്ലാബ്. One way slab is the slab which is supported by the beams on the two opposite sides to carry the loads along one direction. In one way slab, the ratio of longer span and shorter span is equal or greater than 2. So here in the figure we can see the one way slab. Here ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടഡ് ബൈ ദ ബീംസ് ഓൺ ടു ഓപ്പോസിറ്റ് സൈഡ്സ് ടു ക്യാരി ദ ലോഡ്സ് അലോങ് വൺ ഡയറക്ഷനാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോങ്ങർ സ്പാനും ഷോർട്ടർ സ്പാനും തമ്മിലുള്ള റേഷ്യോ ഒന്നുകിൽ ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. വരാന്ത, നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന വരാന്ത ഈസ് എ എക്സാമ്പിൾ ഓഫ് വൺ വേ സ്ലാബ് ആണ്. Where the slab is spanning in shorter with the main reinforcement and distribution of reinforcement of transverse direction. സപ്പോർട്ടുകൾ അതിന് സ്ലാബ് കൊടുത്തു. ഈ സ്ലാബ് ബീംസുമായിട്ട്, ബീം സപ്പോർട്ടഡ് ബൈ ദ ബീംസ് ആണ്, ടു ഓപ്പോസിറ്റ് സൈഡ് ടു ക്യാരി ലോഡ് അലോങ് വൺ ഡയറക്ഷനാണ് ഇവിടെ. ദെൻ ടു വേ സ്ലാബ്. Here, this is a two-way slab figure. When a reinforced concrete slab is supported by the beams on all 4 sides, 1, 2, 3, 4, 4 sides, and the load are carried by the support along both direction. മുള്ളും തായും, both direction. It is known as ടു വേ സ്ലാബ്. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്ലാബിൻ്റെ 4 സൈഡ്സിലും ലോഡ് ക്യാരി ചെയ്യാം, അത് ബോത്ത് ഡയറക്ഷനിലേക്കും ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോങ്ങർ സ്പാൻ ബൈ ഷോർട്ടർ സ്പാൻ ഈസ് ലെസ് ദാൻ 2. ദിസ് ടൈപ്പ് ഓഫ് സ്ലാബ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ്. സോ ഒരു വൺ വേ സ്ലാബും ടു വേ സ്ലാബും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എക്സാമിന് മെയിനായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്
The ratio of longer span to shorter span is equal or greater than 2. This is one-way slab, and less than 2 is two-way slab. And main reinforcement is provided only in one direction is one-way slab. Both direction is two-way slab. And one-way slab is supported only two sides, and two-way slab is supported by four sides. And the other one is one-way slab is supported on two opposite sides only. Thus, the structural action is only at one direction. Total load is carried in the direction is perpendicular to the supporting beam. ഇതിന് നേരെ ഓപ്പോസ് ആയിരിക്കും two-way slab എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. വൺ-വേ സ്ലാബ് ആവുമ്പം ഇതൊരു വൺ-വേ സ്ലാബിൻ്റെ എക്സാമ്പിളാണ്. ലോങ്ങർ സ്പാൻ ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ടു-വേ സ്ലാബ് ആവുന്ന സമയത്ത് എന്തായി? എല്ലും വിഡ്ത്തും, അതായത് ലോങ്ങർ സ്പാനും ഷോർട്ടർ സ്പാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണ്. വൺ-വേ സ്ലാബ് ഒരു എക്സാമ്പിൾ എടുക്കുന്നു. 6/2 മീറ്റർ സ്പാനാണിത്. 6 മീറ്ററും 2 മീറ്ററും. അപ്പോൾ 6/2 എന്ന് പറയുന്നത് 3 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. സോ ദിസ് ഈസ് സ്ലാബ് ഈസ് കോൾഡ് വൺ-വേ സ്ലാബ്. ഇനി ടു-വേ കേസ് സ്ലാബിൻ്റെ എക്സാമ്പിൾ നോക്കൂ. 3 മീറ്റർ, ഷോർട്ട് സ്പാൻ 2 മീറ്റർ, 3/2 ചെക്ക് ചെയ്തപ്പോൾ 1.5 മീറ്റർ, വിച്ച് ഈസ് ലെസ് ദാൻ 2 മീറ്റർ. സോ വിച്ച് ഈസ് കോൾഡ് ടു-വേ സ്ലാബ്. നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കേസ് എടുക്കുന്നു. ഇപ്പോൾ വൺ-വേ സ്ലാബ് ആകുമ്പം ബെൻഡിങ് മൊമെൻറ്റ് ബെൻഡ് ഓൺലി വൺ ഡയറക്ഷനാണ്, കണ്ടോ. ടു-വേ സ്ലാബ് ആകുമ്പോഴോ 4 സൈഡും അറ്റാച്ച്ഡ് ആണ്. ബോത്ത് ഡയറക്ഷനിൽ എന്തുണ്ടാവും? ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാവും. ഡിഫ്ലക്റ്റഡ് ഷേപ്പിൻ്റെ കേസ് എടുത്താലോ, ഇവിടെ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, ഇവിടെ ഡിഷ് ഓർ സോസർ ടൈപ്പ് ആയിരിക്കും. ദെൻ സപ്പോർട്ടിൻ്റെ കേസിൽ വൺ-വേ സ്ലാബിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 ഓപ്പോസിറ്റ് സപ്പോർട്ട്സേ ഉണ്ടാവുള്ളൂ. ടു-വേ സ്ലാബ് ആകുമ്പം അത് 4 സൈഡ്സിൽ സപ്പോർട്ട് ചെയ്യും. എക്സാമ്പിൾ വരാന്ത ആർ ദ എക്സാമ്പിൾ ഓഫ് വൺ-വേ സ്ലാബ്. ആൻഡ് ടു-വേ സ്ലാബിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് ലോഡ് ക്യാരിങ് ഡയറക്ഷൻ. വൺ ഡയറക്ഷനിലായിരിക്കും ലോഡ് ആക്ട് ചെയ്യുക. ടു-വേ സ്ലാബിൻ്റെ കേസിൽ ബോത്ത് ഡയറക്ഷൻ ആയിരിക്കും. റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിലായാലോ, വൺ-വേ സ്ലാബിൻ്റെ കേസിൽ വൺ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക? റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. സോ മെയിൻ റെയിൻഫോഴ്സ്മെൻറ്റ് ഈ ഒരു പോർഷനിൽ നമ്മൾ കൊടുക്കൂ. ടു-വേ സ്ലാബിൻ്റെ കേസിൽ രണ്ട് സൈഡിലും ബെൻഡിങ് ഉണ്ട്. അപ്പം മെയിൻ സ്റ്റീലും ക്രാക്ക്ഡ് ബാർസിലും നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. തേർഡ് വൺ ഈസ് സ്ലാബ് തിക്നെസ്. ലെസ് സ്റ്റീലാണ് വൺ-വേ സ്ലാബിൽ യൂസ് ചെയ്യുക. സോ ഡെപ്ത് ഓഫ് സ്ലാബ് ഇൻക്രീസ് ചെയ്യും. സോ സ്ലാബ് തിക്നെസ് മോർ ആവും. ഇൻ ടു-വേ സ്ലാബിൻ്റെ കേസിലോ മോർ സ്റ്റീൽ നമ്മൾ കൊടുക്കും. അപ്പം ഡെപ്ത് ഓഫ് സ്ലാബ് ഡിക്രീസ് ചെയ്യും. സോ സ്ലാബ് തിക്നെസ് ഈസ് ലെസ്. ദെൻ യൂസ് ഓഫ് വൺ-വേ സ്ലാബ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ അപ് ടു എ സ്പാൻ ഓഫ് 3.6 മീറ്റർ ആണ്. ബട്ട് ടു-വേ സ്ലാബിൻ്റെ കേസിൽ എക്കണോമിക്കൽ ഫോർ പാനൽസ് ഈസ് അപ് ടു 6 മീറ്റർ ബൈ 6 മീറ്റർ ആണ്. ഇതാണ് മെയിനായിട്ട് എക്കണോമിക്കലിൻ്റെ കേസ് പറയുന്നത്. ബിൽഡബിലിറ്റി ആണ് രണ്ടാമത്തെ യൂസ്. ലോഡിങ് കണ്ടീഷൻസ് ഉണ്ട്, അതേപോലെ ലെങ്ത് ഓഫ് സ്പാനും നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് രണ്ട് സ്ലാബുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ കണ്ടു രണ്ട് സപ്പോർട്ട്, ആ രണ്ട് സപ്പോർട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ബെൻഡിങ് കൊടുക്കുന്നത് വൺ-വേ സ്ലാബും 4 പൊസിഷനിലും 4 ഡയറക്ഷനിലും ബീം സപ്പോർട്ട് ചെയ്തിട്ട് ബെൻഡിങ് 2 ഡയറക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് ടു-വേ സ്ലാബ്. ഇത്രയുമാണ് സ്ലാബ്സ് എന്ന് പറയുന്നത്.